നോമ്പ് കാലമാണ് അല്ലേ? നോമ്പ് നോൽക്കുന്നത് കൊണ്ട് മനഃശാസ്ത്രപരമായി എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പ്രധാനമായും 6 മേഖലയിലാണ് നമുക്ക് ഉപകാരപ്രദമായി മാറുന്നത്. ഒന്ന്, ഇംപ്രൂവ്ഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇംപ്രൂവ്ഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻ, ഈ കോഗ്നിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്മറി, നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, ചിന്തിക്കാനുള്ള കഴിവ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയൊക്കെയാണ് ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട്, നോമ്പെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ വളരെയധികം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചില സ്റ്റഡീസ് പറയുന്നത് ഈ ഫാസ്റ്റിംഗ് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലെ ന്യൂറോട്രോഫിക് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. BDNF എന്ന് പറയുന്ന നമ്മുടെ ന്യൂറോട്രോഫിക് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ, അതാണ് BDNF. ഇത് ഏറ്റവും കൂടുതൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെയും അതുപോലെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റിന് കാരണമായി മാറുന്ന, ജന്മന ഉണ്ടാകുന്ന ജീൻപരമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പല അസുഖങ്ങളെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതകളുള്ള ഒരു പ്രതിഭാസമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോലും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മേഖല, അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ഇംപ്രൂവ്ഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻ ആണെങ്കിൽ, രണ്ടാമത് ഫാസ്റ്റിംഗ് കൊണ്ടുള്ള ഉപകാരം എൻഹാൻസ്ഡ് മൂഡ് എന്നുള്ളതാണ്. എൻഹാൻസ്ഡ് മൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് അഥവാ നോമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂഡ് റെഗുലേറ്റിംഗ് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെയും ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം ചില പഠനങ്ങൾ പറയുന്നത് ഫാസ്റ്റിംഗ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഉദാഹരണമായി പറയുകയാണെങ്കിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അതിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീലിങ്സിൽ ഒരു ഹാപ്പിനെസ് ഫീലിങ്ങിലേക്ക്, ഇത് രണ്ടും ഹാപ്പിനെസ് ഹോർമോൺസുകളായതുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മൂന്നാമത് ഒരു പോയിൻ്റ് കൂടി പറയാം. നമ്മുടെ ഫാസ്റ്റിംഗ് ഇൻക്രീസ്ഡ് ബ്രെയിൻ ഹെൽത്താണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ വളരെയധികം ഇൻക്രീസ് ചെയ്യും എന്നും, നമ്മുടെ ഇൻഫ്ലമേഷനെ റിഡ്യൂസ് ചെയ്യുമെന്നും, സ്ട്രെസ് റിലാക്സേഷൻ നമുക്ക് നൽകുമെന്നും, ഇൻക്രീസ്ഡ് റെസിലിയൻസ്, ആറാമത്തെ പോയിൻ്റാണ് റെസിലിയൻസ് കേട്ടോ. റെസിലിയൻസ് എന്ന് പറയുമ്പം നമുക്ക് ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില റിസർച്ചുകൾ പറയുന്നത് ഈ ഫാസ്റ്റിങ് നമ്മുടെ ബോഡിയെ എബിലിറ്റി ടു എൻഹാൻസ് അല്ലേ, നമ്മുടെ കോപ്പിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള സംഭവമാണ് നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. ഫാസ്റ്റിംഗ് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും കൂടി നമുക്ക് ഇമ്പ്രൂവ് ആക്കി തരുന്നു. സംസാരിക്കുന്നത് ഷാഫി കടത്തിങ്ങൽ. നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ഉൾപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.